ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് ഇപ്പോഴും. ഇന്ന് നമ്മൾ ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, അതുപോലെ തന്നെ പലതരം ട്രാൻസ്ഫോർമേഷൻസ്, ചേഞ്ചസ്, അതായത് നെഗറ്റീവ്, എസ് ഓർ നോ, WH അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടു. പാസീവ് കണ്ടു അല്ലേ. പിന്നെ ഈ പാസീവ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, അതൊരു പോയിന്റ്. പാസീവ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഈസ് ദ പെയിൻറ്റർ പെയിൻറ്റിങ് ദ റൂഫ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പം നമ്മളെങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതിൻ്റെ ആൻസറായിട്ട് വരേണ്ടത് ഈസ് ദ റൂഫ് ബീയിങ് പെയിൻറ്റഡ് ബൈ ദ പെയിൻറ്റർ. അതാണ് അതിൻ്റെ ആൻസർ. പക്ഷെ അതിലേക്ക് വരാൻ ഒരു എളുപ്പമാർഗം ഇതാണ്. ഇതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. അപ്പം ദ പെയിൻറ്റർ ഈസ് പെയിൻറ്റിങ് ദ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആകും, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടണം. അത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ കാര്യം ഇതാണ്. ഇനി അത് കഴിയുമ്പോൾ നമ്മൾ പറയാം ദ റൂഫ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ദ പെയിൻറ്റർ. ഇനി ക്വസ്റ്റ്യൻ ആക്കാൻ എന്നാ ചെയ്യണം? ഇവിടെ ഈസ് ബീയിങ് പെയിൻറ്റഡ് ആണ് എന്ത് വെർബ് ഫ്രേസ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം എടുത്ത് ആദ്യം എഴുതുക. അപ്പം ഈസ് ദ റൂഫ് ബീയിങ് പെയിൻറ്റഡ് ബൈ ദ പെയിൻറ്റർ. വെരി സിമ്പിൾ. ക്വസ്റ്റ്യൻ അതുപടി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇതൊരു പാടാണ്, ഒരു പ്രശ്നവുമില്ല. ഈ ക്വസ്റ്റ്യൻ വരുന്ന എവിടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, മനസ്സിലായി? അതുപോലെ രണ്ടാമത്തെ നോക്കി, ആർ ദേ പ്ലക്കിംഗ് ആപ്പിൾസ്? അതിൻ്റെ ഉത്തരം വരേണ്ടത് ആർ ആപ്പിൾസ് ബീയിങ് പ്ലക്ഡ് ബൈ ദം. ദേ എന്നുള്ളത് ദമാവും ബൈക്ക് ശേഷം, മനസ്സിലാവും. ഇപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ നോക്കേണ്ട ഇതാണ്, ആർ ദേ പ്ലക്കിംഗ് ആപ്പിൾസ്. അപ്പം നമ്മൾ എവിടെയാണ് സബ്ജക്റ്റ്, എവിടെയാണ് ഓബ്ജക്റ്റ്, ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ അതിന് സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യണം? പാസീവ് ആക്കണം. പിന്നെ ഇത് സംഗതി എളുപ്പമായി. എന്താ, ആ വെർബ് ഫ്രേസിൻ്റെ ആദ്യത്തെ ഭാഗം എടുത്ത് സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുമ്പോൾ അത് ക്വസ്റ്റ്യനായി. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സിമ്പിളായി. അപ്പം ദേ ആർ പ്ലക്കിംഗ് ആപ്പിൾസ്, ആപ്പിൾസ് ആർ ബീയിങ് പ്ലക്ഡ് ബൈ ദം, ആർ ആപ്പിൾസ് ബീയിങ് പ്ലക്ഡ് ബൈ ദം. മനസ്സിലായി? അടുത്ത് നോക്കി, ഈസ് ഷീ ഡ്രോയിങ് എ പിക്ചർ? ഈസ് ഷീ ഡ്രോയിങ് എ പിക്ചർ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. അപ്പം എന്ത് കിട്ടും? ഷീ ഈസ് ഡ്രോയിങ് എ പിക്ചർ. അതിനെ പാസീവ് ആക്കുമ്പോൾ എ പിക്ചർ ഈസ് ബീയിങ് ഡ്രോൺ ബൈ ഹെർ. അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈസ് എ പിക്ചർ ബീയിങ് ഡ്രോൺ ബൈ ഹെർ. അതാണ് കൊടുത്തിരിക്കുന്നത്. ഈസ് എ പിക്ചർ ബീയിങ് ഡ്രോൺ ബൈ ഹെർ. മനസ്സിലായോ? The doctor is examining the patients. Is the doctor examining the patients? നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് അത് ഓർത്ത് നമ്മൾ ചെയ്യുന്നു. ഈസ് ദ ഡോക്ടർ എക്സാമിനിങ് ദ പേഷ്യൻസ്. നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. ദ ഡോക്ടർ ഈസ് എക്സാമിനിങ് ദ പേഷ്യൻസ്. അതിന് പാസീവ് ആക്കുക. ദ പേഷ്യൻസ് ആർ ബീയിങ് എക്സാമിൻഡ് ബൈ ദി ഡോക്ടർ. ക്വസ്റ്റ്യൻ അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ആർ ദ പേഷ്യൻസ് ബീയിങ് എക്സാമിൻഡ് ബൈ ദ ഡോക്ടർ അല്ലേ. ഒരു എക്സാമ്പിൾ ചെയ്യണം. ഈസ് ദ നേഴ്സ് ഫീഡിങ് ദ ബേബി? നമ്മൾ ചെയ്തിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഈസ് ദ നേഴ്സ് ഫീഡിങ് ദ ബേബി? അതിൻ്റെ പാസീവാണ്. എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻ്റ് ആക്കുക. ദ നേഴ്സ് ഈസ് ഫീഡിങ് ദ ബേബി. ദ ബേബി ഈസ് ബീയിങ് ഫെഡ് ബൈ ദി നേഴ്സ്. ഈസ് ദ ബേബി ബീയിങ് ഫെഡ് ബൈ ദ നേഴ്സ്? ഈസ് ദ വുഡ് കട്ടർ cutting the wood? The woodcutter is cutting the wood. The woodcutter
ദ വുഡ് കട്ടർ ഈസ് കട്ടിങ് ദ വുഡ്. അപ്പം പാസീവ് വരുമ്പം ദ വുഡ് ഈസ് ബീയിങ് കട്ട് ബൈ ദ വുഡ് കട്ടർ. പ്രശ്നമാണ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതാ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആക്കാനും ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര പ്രശ്നമുള്ള സെൻറ്റൻസ് നമുക്ക് കിട്ടിയാലും നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പാസീവാക്കി വീണ്ടും ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ സംഗതി? എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. Then we will go on to the next one. Okay. Till അടുത്ത ദിവസം കാണുന്ന നമ്മുടെ തൽക്കാലം നമുക്ക് ബൈ.